ഹലോ ഗൈസ്, നമുക്കിന്ന് മോഹൻദാൽ വരെ പോയാലോ? മോഹൻദാലിനെ കുറിച്ചിട്ട് കേട്ട ആൾക്കാരുണ്ടാവും, കേൾക്കാത്ത ആൾക്കാരുണ്ടാവും. കേട്ട ആൾക്കാർക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മോഹൻദാൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിൽ വരിക കള്ളുഷാപ്പും അവിടുത്തെ ഫുഡൊക്കെ ആയിരിക്കും. പക്ഷേ ഞങ്ങളിന്ന് പോയത് അതിനല്ല. ഞങ്ങൾ വേറെ വഴിക്ക് പോയപ്പോൾ ഇവിടെ എത്തിയതാണ് എന്നതാണ് സത്യം. അവിടെ പോയി ഫസ്റ്റ് ഞങ്ങൾ കാണുന്നത് കുറേ കടികൾ ഇങ്ങനെ നിരത്തി വെച്ചതാണ്. ഇതൊക്കെ കണ്ടാൽ പിന്നെ ഫസ്റ്റ് നമുക്ക് എന്താ തോന്നുക, ഒരു ചായയും കടിയും കഴിക്കാമെന്ന്. നേരെ ഞങ്ങൾ ആ പരിപാടി അങ്ങ് തുടങ്ങി. ഗെയിംസ് ഉണ്ട് ഗൈസ്, നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതെന്നാ സംഭവം? പോയിന്റിനനുസരിച്ചിട്ട് നമുക്കിത് കിട്ടുമല്ലേ? അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനിയുള്ളത് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഗ്ലാസ്സൊക്കെ എറിഞ്ഞിരുന്ന പരിപാടിയാണ്. എന്നെ കൊണ്ടൊന്നും നടക്കില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആദ്യം തന്നെ അങ്ങ് പിന്മാറി. ലാസ്റ്റ് ഏട്ടനാണ് ചെയ്ത് നോക്കിയത്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറച്ച് പരിപാടികൾ കാണാം. അതായത് കുറച്ച് റൈഡ്സ്, പിന്നെ ബേഡ്സിനെ ഫീഡ് ചെയ്യുന്നത് ഞാൻ അവിടെ കണ്ടിട്ടുണ്ടേനെ. ഞങ്ങൾ പോയപ്പോൾ ഒരു കൊച്ച് ബേഡിനെ ഇങ്ങനെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ടൈമിലൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് കറങ്ങണം എന്നൊക്കെ തോന്നി. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ എങ്ങനെ വേണമെങ്കിലും കുറച്ച് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരി ബേർഡ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ട് നമ്മളെ കയ്യിൽ നിന്ന് അതെടുക്കും. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്, നല്ല പരിപാടിയാണ്. ഞങ്ങൾ പോയ ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു കൊച്ച് അവിടെ നിന്ന് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്. അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ജസ്റ്റ് ഞാൻ അതും കൂടി ഇവിടെ കൊടുത്തേക്കാം. അപ്പോഴാണ് ഞാൻ ഇതേ ഒരു കപ്പിൾ ഡാൻസ് കാണുന്നത്. അവിടെയാണെങ്കിൽ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് നല്ല വൈബാണ്. ആ വൈബിനൊപ്പം ചേർന്നതാണ് ഇവർ രണ്ടുപേരും. അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം തിരിഞ്ഞും മറിഞ്ഞൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ച് ഇനി എന്നാൽ തിരിച്ച് വീട്ടിൽ പോവാമെന്ന്. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ വരുമ്പോൾ ഇതൊന്നും കണ്ടില്ല. ഞങ്ങളൊരു 6 മണിക്ക് ശേഷം ആയതുകൊണ്ടാവാം എന്തോ, എന്തായാലും ഞങ്ങൾ പോയ ടൈമിൽ അതൊന്നും ഇല്ലായിരുന്നു. ബോട്ടിങ്ങൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഇച്ചിരൂടെ നേരത്തെ പോകുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.